എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടില് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഇല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾക്കായിട്ട് ഇല്ല ജനക്ഷേമത്തിനായിട്ട് പലവിധ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്, അത് നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ചില സമയത്തെങ്കിലും ജനക്ഷേമത്തിന് പകരം അത് ജനദ്രോഹമാകുന്നില്ലേ, ഇല്ലെങ്കിൽ അതിന് ആവിഷ്കരിക്ക ആവിഷ്കരിക്കപ്പെട്ട ആ സമയത്തുണ്ടായിരുന്ന പോലെയുള്ള അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി കൃത്യമായിട്ട് പരിപാലിക്കപ്പെടുന്നുണ്ടോ, അത് ജനങ്ങളിലേക്ക് അതിൻ്റെതായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇല്ല, എൻ്റെ അറിവിൽ അത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും അത് ജനദ്രോഹമായിട്ടാണ് വരുന്നത് എന്നും എനിക്കൊരു വിചാരമുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് 10-75 വയസ്സായ അമ്മച്ചിമാര്, അവര് ഇപ്പോഴാണ് 346 രൂപയും കണ്ടാ എൻ്റെ ഒരു കൂലി. അപ്പൊ ആ ഒരു പൈസയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവർക്ക് നിർവാഹമില്ല, മറ്റു വേറെ വരുമാനമൊന്നുമില്ല, പെൻഷൻ പോലും നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുന്നില്ല നമുക്കറിയാം പല മാസങ്ങളായിട്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഒരു ശാരീരികമായ പല അസ്വസ്ഥതകൾക്കിടയിലും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുന്നു, അവർ പോകുന്നു. അപ്പൊ എൻ്റെ വ്യക്തമായ അഭിപ്രായം, ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ വീട്ടിലിരുത്തി, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം, അവരെ വീട്ടിലിരുത്തി ഈ പെൻഷൻ, ഈ പൈസ ഇവർ ഈ 346 അതൊരു മാസം ഒരു 10,000 രൂപയോ എത്രയിലും ആക്കി അവർ, നിങ്ങൾ പണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ട് സുഖമായിട്ട് വീട്ടിലെ കൊച്ചുമക്കളെ കളിപ്പിച്ച്, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ അവിടെ ഇരിക്കുക ജീവിക്കുക എന്ന് പറയേണ്ടതിന് പകരം ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രത്യേകത നമുക്കറിയാം, കോരിച്ചൊരിയുന്ന മഴയാണ്. ഇതിനിടയ്ക്ക് ശക്തമായ കാറ്റും ഇടിമിന്നലും, ഈ പല സ്ഥലങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു, രാത്രി യാത്ര നിരോധിച്ചിരിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു. ഈ സമയത്തും തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് ഞാൻ കണ്ടിട്ട് വന്ന, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഇന്ന് ഞാൻ കണ്ടിട്ട് വന്ന ഇപ്പൊ നടക്കുന്ന പദ്ധതി എന്താണെന്നറിയോ? ഈ തട്ടുതിരിക്കൽ എന്ന് പറഞ്ഞാൽ പുരയിടത്തെ ഇല്ലെങ്കിൽ ഭൂമിയെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് അത് മണ്ണ് ചെത്തി ഇങ്ങനെ തിരിച്ചു വെക്കുന്ന പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പണിയും നടക്കുന്നില്ല. ഇപ്പൊ ആളുകൾക്ക് നടപ്പ് പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ ശരിക്ക് നമ്മൾ ഈ മണ്ണൊലിപ്പിനെ തടയണം, അങ്ങനെ തടയണം, ഇങ്ങനെ തടയണം, ഭൂമിയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രകൃതി സ്നേഹികളും പരിസ്ഥിതിവാദികളും രംഗത്ത് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഈ സർക്കാർ വിഭാവനം ചെയ്ത ഈ ഒരു പദ്ധതിയിൽ ഏതെങ്കിലും അന്യനാട്ടിലിരുന്ന, ഏതെങ്കിലും തലയ്ക്കകത്ത് മൂളയില്ലാത്ത, ഇല്ല അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം പ്രചരിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ്, നിങ്ങളവിടെ കുഴി കുഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, അവരുടെ നാട്ടിൽ ഇപ്പോൾ മഴയില്ലായിരിക്കും, അവിടെ കുഴി കുഴിച്ചാൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ഇടുക്കിയിലെ ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ ഈ മണ്ണ് ചെത്തുകയോ തൂമ്പ കൊണ്ട് ഈ പുല്ല് ചെത്തുകയോ അവർ ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് മുഴുവൻ അറബിക്കടലിൽ പോകും. നമ്മുടെ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അറബിക്കടലിൽ ചെല്ലും, കാരണം അത് ശക്തമായ മഴയാണ്. അപ്പൊ ആ സമയത്ത് അത് ചെയ്യുന്നതിന് പകരം ഇപ്പം ഈ വിളകൾക്ക് വളം ചെയ്യുകയും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില്ലകൾ വെട്ടി ഒതുക്കുക, അങ്ങനെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഈ മണ്ണ് കിളച്ച് ഇളക്കി തരിച്ച് ഭൂമിയാക്കുന്ന, അതായത് ഇട്ടിട്ടുള്ള വളമെല്ലാം ഒഴുകി പൊടിച്ച് തട്ട് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്ത് കഴിയുമ്പോൾ, അപ്പൊ അതിന് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഈ മേറ്റുമാര് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരാണ് ഈ തൊഴിലിനെ നിയന്ത്രിക്കുന്ന ആളുകൾ. അവർ പറയുന്നത് ഞങ്ങൾ ഇതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും പണി മാറ്റി ചെയ്താൽ. ഇപ്പൊ ഈ തട്ട് തിരിക്കാൻ പറഞ്ഞാൽ തട്ട് മാത്രം തിരിച്ചു കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ മുകളിൽ BLOമാരുണ്ട്, അവരുടെ മുകളിൽ ബ്ലോക്കിൽ നിന്ന് ആൾ വരും. ഇവരെ ഇങ്ങനെ പോലെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, ഇല്ല കേന്ദ്ര ഗവൺമെന്റാണ് പൈസ കൊടുക്കുന്നത്, ഇല്ല കേരള ഗവൺമെന്റാണ്, ഈ ഗവൺമെന്റിന്റെ ആൾക്കാർ വന്നാൽ ഞങ്ങളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളെ, ഈ മേറ്റുമാരെ പറഞ്ഞ് പേടിപ്പിച്ച് അവര് ഈ സാധാരണ നാട്ടുകാരെ പറഞ്ഞ് പേടിപ്പിച്ച് ജോലി ചെയ്യുന്നൊരവസ്ഥ. അത് മാറ്റം വരണം. ഈ ഒരു പ്രദേശത്ത് എന്ത് തരം തൊഴിലാണോ ഉള്ളത് ആ തൊഴിൽ ആ പ്രദേശത്തിന് ഗുണപരമായ രീതിയിൽ ചെയ്യാനുള്ള സംവിധാനം തൊഴിലുറപ്പുകളുണ്ടാവണം. അല്ലാതെ വെറുതെ ഇത് പണി ചെയ്യാൻ വേണ്ടി പണി ചെയ്യിപ്പിക്കുക, വെറുതെ ഒരു ആവശ്യമില്ലാത്ത പണി. ഇപ്പോൾ ഒരിക്കലും ആവശ്യമില്ലാതെ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ഇപ്പൊ ഈ തൊഴിലുറപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിന് കണ്ടിട്ടുണ്ട്, നല്ല വേനൽക്കാലത്ത് പാറ പോലെയുള്ള സ്ഥലങ്ങളിൽ പാറപ്പുറത്ത് ജൈവവേലി എന്ന് പറഞ്ഞ് കുറെ കിളിഞ്ചില, ഇല്ല ശീമക്കൊന്ന, അങ്ങനെയുള്ള സാധനങ്ങൾ കുത്തിവെച്ച് നിരത്തി കല്ലൊക്കെ ചാരി വെച്ചിട്ട് പോകും. അത് 4 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കരിഞ്ഞ് വീണ്ടും പോകും. അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടി മാത്രം പണിയെടുപ്പിക്കുന്നതിനാ, ഈ പൈസ വെറുതെ ആൾക്കാർക്ക് കൊടുക്കാനാണ്, നിങ്ങൾ വീട്ടിലിരുന്നോ, ഞങ്ങൾ ആ പൈസയും തന്നേക്കാം എന്ന് പറയല്ലേ ചെയ്യേണ്ടത്. അപ്പം ഈ പാവപ്പെട്ട മേറ്റുമാരെ പേടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യന് ഗുണപരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഈ ഡെങ്കിപ്പനി പോലെ ഇല്ലെങ്കിൽ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ മഴവെള്ളത്തിലൊന്നും ഇറങ്ങരുത്, ചവിട്ടിരുന്നൊക്കെ ഈ ചെളിവെള്ളത്തിൽ കിടന്ന ഈ പാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെളിക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രായമായ ആളുകൾ ആരോഗ്യമുള്ളവർ എന്തെങ്കിലും കാണിക്കട്ടെ, അതും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു സമയം, ഇപ്പം ഈ മഴയെല്ലാം കൂടെ വന്നിട്ട് ഈ തോടുകൾ, ഇല്ല കാനകൾ, ഇതിനകത്തൊക്കെ ക്ലീൻ ചെയ്യുക, ഈ റോഡ് സൈഡിലുള്ള അനാവശ്യമായിട്ട് വളർന്നു നിൽക്കുന്ന പള്ളകൾ വെട്ടിക്കളിയുക, അതൊക്കെ ചെയ്താലും സമാധാനമുണ്ട്. ഇത് വളരെ കുറച്ച് ഒരു പണി, ഒരു 5 മീറ്റർ എങ്ങാണ്ട് ഒരു ദിവസം ചെത്തി വെച്ചാൽ മതി. ആ 5 മീറ്റർ പണി ഒരു 10 മണിയാകുമ്പോൾ തീരും. അത് അവരുടെ ശാരീരിക അവസ്ഥയ്ക്ക് അത് മതി, അവരെ ചെയ്യട്ടെ.
പക്ഷെ അത് നമുക്ക് വിപരീത ഫലമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ വെറുതെ ചെയ്യിപ്പിക്കാൻ വേണ്ടി, പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചെയ്യിപ്പിക്കലാകാതെ അത് മനുഷ്യന് ഗുണപരമാകുന്ന രീതിയിൽ കൂടി ആ പദ്ധതികളെ മുമ്പോട്ട് കൊണ്ടുവന്ന് മനുഷ്യന് ഗുണമുണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. ഞാൻ ഇത് ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താനോ ഇല്ലെങ്കിൽ ആരെയും അങ്ങനെ പറഞ്ഞതല്ല, ഒരു സർക്കാരുകൾ ന്യായീകരിച്ചോ പക്ഷം പിടിച്ചോ പറയുന്നതല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ പൈസയും കൊടുത്ത് അവരെ വീട്ടിലിരുത്തുക, ബാക്കി ആരോഗ്യമുള്ള ആളുകൾ പണിയട്ടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നയം ഇതിനകത്ത് പറയുന്നത് കേട്ടാണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് തൊഴിൽ കാർഡ് ഉള്ളവരുടെ പറമ്പിൽ അവരുടെ പുരയിടത്തിലെ പണി നടത്താൻ സാധിക്കുള്ളൂ. അതായത് 2 ഏക്കറോ 3 ഏക്കറോ സ്ഥലമുള്ള ഒരാൾ, അയാൾക്ക് ശരിക്കും ഈ തൊഴിലുറപ്പിന് പോയിട്ട് വേണ്ട ജീവിക്കാൻ, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല തന്നെ അയാൾ ഈ പണിക്ക് ഇറങ്ങിയാലേ അയാളുടെ പറമ്പിലെ പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു നയം ഇതിനകത്തുണ്ട്. ഈ തൊഴിലെടുപ്പിന് പോകുന്ന തൊഴിലാളികൾ അധികം പേരും, എത്ര പേര് ഈ ഇത്ര സ്ഥലമുള്ള ഇതിൽ പണിയെടുക്കാൻ പാകത്തിന് സ്ഥലമുള്ളവരുണ്ടെന്ന് ആലോചിക്കണം. പലരും 5 സെന്റിലോ 10 സെന്റിലോ, പലരും വാടകയ്ക്കോ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ശരിക്ക് ഇത് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫലം എല്ലാവർക്കും കിട്ടുമോ? ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ 2, 3 ഏക്കർ 4, 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവരോടുമായിട്ടൊരു ധാരണ എത്തിക്കൊണ്ട് അവരോടൊരു കുറച്ച് പൈസ കൂടി ഇങ്ങോട്ട് വാങ്ങിച്ചാലും കുഴപ്പമില്ല എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അവരുടെ പണികൾ അങ്ങ് ചെയ്തു കൊടുത്താൽ, അപ്പൊ ആ പ്രദേശത്തെ പണി, നമ്മുടെ നാട്ടിലെ തൊഴിൽ ലഭ്യത ഇല്ലായ്മ നമുക്കറിയാം. അന്യനാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളെ വെച്ചാണ് പലരും പണികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിച്ച് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യാതെ, ഇതിപ്പോൾ പലരും നിങ്ങൾക്ക് കാടില്ല അതുകൊണ്ട് നിങ്ങളുടെ പറമ്പിൽ പണിയില്ല, അപ്പോൾ പറമ്പുകൾ വെറുതെ കിടക്കുക, അവർ വേറെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വെച്ച് പണിയുന്നു. നമ്മുടെ നാട്ടുകാർ ഈ 100 തൊഴിലുറപ്പ് ദിനം ലഭിക്കാൻ വേണ്ടി മാത്രം ഏത് കോരിച്ചൊരിയുന്ന മഴയത്തും ഈ പ്ലാസ്റ്റിക്കിന്റെ ടാർപോളിലൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ട് പാവപ്പെട്ട ഈ അമ്മച്ചിമാരും ഈ ചേച്ചിമാരും നടക്കുക. അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് പ്രദേശങ്ങളിൽ എന്ത് തൊഴിൽ ലഭ്യമാണോ, ഇല്ല കാർഷിക മേഖലയിൽ ഏത് തൊഴിലാണോ ഉള്ളത് ആ തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.